നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് മക്കളാണ്. അല്ലാഹു ഒരു അടിമക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കും. അതിൽ ഏറ്റവും നല്ലത് മക്കൾ നന്നാവലാണ്. അല്ലാഹു നമ്മുടെ ഒക്കെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ. ചെറുപ്പക്കാരാണല്ലോ, അവരെടുത്തുനിന്ന് വരുന്ന അബദ്ധങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കരുത്. ഒരാളുടെയും തെറ്റിനെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയോ ഫേസ്ബുക്കിൽ പോസ്റ്റുകയോ ചെയ്യുന്നത് ഇസ്ലാമല്ല. ഒരു തെറ്റും പരസ്യമാക്കാൻ പാടില്ല. സ്വന്തം ഒരാൾ തെറ്റ് ചെയ്തു, അത് പരസ്യമാക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇന്നലെ ഒരു കിടുക്കാച്ചി കണ്ടിന് മോനെ, ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം. ഇവൻ അല്ല വെറുതെ വിടൂല. ആ രണ്ടാമത് കണ്ടവൻ്റെ തെറ്റ് ചിലപ്പോൾ പുറത്തു കിട്ടുമായിരിക്കും. ഇവൻ്റെ തെറ്റ് പുറത്തു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവൻ തെറ്റ് പരസ്യമാക്കി തെറ്റ് ഷെയർ ചെയ്തു. ക്യാമ്പസിൽ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഡാൻസും പേക്കൂത്തും എല്ലാം ചെയ്യുക ഹറാം. എന്നിട്ടത് വീഡിയോ പിടിക്കുക, വേറെ ഹറാം. അത് ഗ്രൂപ്പിൽ പോസ്റ്റാ, അത് ഹറാമല്ല, അത് ധിക്കാരം. അത് അള്ളാഹു പുറത്തു തരത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കല്യാണത്തിന് പെണ്ണിൻ്റെ കൂടെ അന്യ പെണ്ണിൻ്റെ കൂടെ എന്നിട്ട് ഫോട്ടോ എടുക്കുക ഹറാം. അത് സ്റ്റാറ്റസ് ആക്കുക, അത് ധിക്കാരം. ഇൽഹാറുൽ മഅസിയത്തി ലിന്നാസ്, നമ്മൾ ചെയ്ത തെറ്റ് ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്താൽ വഹുവ അബ്അദു ലിൽ മഗ്ഫിറ. മജ്മൂഉർ റസായിലിൽ മുല്ല അലീനിൽ ഖാരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ആ തെറ്റ് പുറത്തു വിട്ടാൽ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ധിക്കാരം. ഓൻ തെറ്റ് ചെയ്യുക എന്നിട്ട് പരസ്യമാക്കുക. നമ്മളെ കുട്ടികൾ തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിനെ ഹൈലൈറ്റ് ചെയ്യരുത്, ചർച്ച ചെയ്തിട്ട് കൊളാക്കരുത്. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. നാളത്തെ SYSകാർ ഇന്നത്തെ SSFകാരല്ലേ? മറ്റന്നാളത്തെ മുസ്ലിം ജമാഅത്തുകാർ ഇന്നത്തെ SSFകാരല്ലേ? അപ്പം എല്ലാവരെയും നമ്മൾ വളർത്തി കൊണ്ടുവരണം. നമ്മുടെ ഒരു മോന്, നമ്മുടെ ഒരു അനുജൻ, നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ മൂത്ത ഇക്കാക്ക കുവൈത്തിൽ നിന്ന് ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ട് 2 ദിവസമായി. അങ്ങനെയൊക്കെ വന്ന സമയത്തുണ്ട് കിച്ചൻ്റെ വേക്കുന്ന ഒരു പുക ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇയാൾ ചിന്തിച്ച്, കഴിഞ്ഞ മാസമല്ലേ ഞാൻ ഇത്ര പൈസ അയച്ചു കൊടുത്തിട്ട് പുകയില്ലാത്ത അടുപ്പാക്കിയത്, ഇതെവിടുന്ന റബ്ബി പുക? നോക്കുന്ന സമയത്ത് നമ്മളെ 8ാം ക്ലാസ്സിലുള്ള അനിയൻ വലിക്കുന്നത് അതിൻ്റെ പുക അവനെ പിടിച്ച്. അപ്പോൾ ഒന്ന് ഇട്ടിട്ട്, ഇക്കാക്ക പ്ലീസ് ഉമ്മാനോട് പറയില്ല പ്ലീസ്. ഇനി ഉണ്ടാവോ? ഉറപ്പല്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു മനുഷ്യനോട് ഇത് പറയാൻ പാടില്ല. ഓന് പിന്നീട് +2 റാങ്കെല്ലാം വാങ്ങി, പിന്നീട് BSc എഴുതി അടിപൊളിയായി കല്യാണാലോചന നടത്തി. അങ്ങനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ ജ്യേഷ്ഠൻ തന്നെ ഡ്രൈവർ എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ അടത്തി കാപ്പിയോ ചായയായിട്ട് ഇങ്ങനെ കൊടുത്തോ ജ്യൂസായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഫൈസലെ പറയണ്ടല്ല, അത് പറയാൻ പാടില്ല. ഇമാം ഗസാലി റളിയല്ലാഹു, അത് പറയാൻ പാടില്ല. കുട്ടികളെ തെറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നിടത്ത് ചിലയാൾക്ക് നല്ല 110 വോൾട്ടേജാണ്. ചെയ്യരുത്. അവിടെ എങ്ങനെ നമ്മൾ ചെറുപ്പക്കാർ നമ്മുടെ പള്ളിയോട് കമ്മിറ്റിയോടൊക്കെ എങ്ങനെയാണ് നമ്മൾ അടുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. വേറെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാമും തന്നെ വാട്സപ്പെല്ലാം ഉപയോഗിച്ചിട്ടല്ലേ നേരത്തെ വള്ളിയാട് സക്കാഫി ഉസ്താദ് പറഞ്ഞ പ്രളയത്തിൽ നിന്നൊക്കെ എത്രയോ ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയത് അല്ലേ? നമുക്ക് ആ വാട്സപ്പ് പറയാം അല്ലേ? അവര് ടെക്കി ആയതുകൊണ്ടല്ലേ അവര് പഴയ അഡ്വാൻസ്ഡ് ആയ സേവന സർവീസ് നടത്തിയത്. ഒരാൾ ഒരു അബദ്ധം ചെയ്താൽ നമ്മൾ എങ്ങനെയാ അയാളോട് പെരുമാറേണ്ടത്? കൂട്ടുകാരോടുള്ള അബദ്ധം പറയുന്നിടത്ത് കൂട്ടുകാരോടുള്ള അദബ് പറയുന്നിടത്ത് ഒരു ഗ്രന്ഥം ഉണ്ട്. എല്ലാ മുത്താലിമീങ്ങളും ആ കിതാബ് മുത്താലയാണ്. ഇമാം ഷഹറാനി റഹിമഹുല്ലാഹ് എഴുതിയ അൽ അൻവാർ ഫി സുഹ്ബത്തിൽ അഖ്യാർ എന്ന കിതാബ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുത്താലിമീങ്ങളും നിർബന്ധമായിട്ട് മുത്താലയാണ്. അത്രക്കും നല്ല കിതാബാണ്. കൂട്ടുകാരോട് പാലിക്കേണ്ട അദബുകൾ അതിൽ പറയുന്നുണ്ട്. അതിലെ പല ആശയങ്ങളും SSFൻ്റെ ക്ലാസ്സുകളിൽ വരാറുണ്ട്. അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് ഒരു തെറ്റ് വന്നു പോയാൽ ഒരു കാലത്തും ആ തെറ്റിൻ്റെ പേരിൽ അവനെ ആക്ഷേപിക്കാതെ
ഒരു കാലത്തും ആ തെറ്റ് പിന്നീട് ഓർമ്മിപ്പിക്കാതെ നിൽക്കണം. അതൊരു അദബാണ്. ബാല അറാബിയുൻ ഫി മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരു അറാബി മൂത്രമൊഴിച്ചു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത നിലപാട്? എല്ലാവരും മൂപ്പരെ ഓടിക്കാൻ നോക്കിയപ്പോൾ വിട് എല്ലുസ്ത മൂപ്പര് ജനറൽ ബോഡിക്ക് എന്താ പറഞ്ഞത്? ആളെ പിടിച്ച് എന്താണ് ഒഴിച്ചോട്ടെ? എന്തൊഴിച്ചോട്ടെ? ജ്യൂസല്ല, മൂത്രം. എവിടെ? നമ്മളെ നാട്ടിലെ പള്ളിയിലല്ല, ഏത് പള്ളിയിലായാലും പ്രശ്നം തന്നെയല്ലേ, മസ്ജിദുൻ നബവിയിൽ അല്ലേ? അപ്പൊ ഈ മൂത്രം കണ്ട ഒരു മിനിറ്റ് എന്തായാലും മൂത്രം ഒഴിക്കുന്ന നോക്കി നിൽക്കൂലോ? ഇല്ല, ഇങ്ങോട്ടൊക്കെ ആയിരിക്കുമല്ലോ നിൽക്കുമല്ലോ അല്ലേ? ഈ നിൽക്കലിന്റെ പേരാണ് ദഅവത്ത്, ക്ഷമയോടെ നിൽക്കൽ. ഇതിന്റെ പേരാണ് ദഅവത്ത്. ഇത് 110 കഴിയൂല. കല്യാണ വീട്ടിൽ നിന്ന് അടിച്ച് പിരിയുന്നല്ല കൊണ്ട 110 കഴിയൂല. ഇങ്ങനെ എന്തിനാണ് തങ്ങൾ അത് ചെയ്തത്? 2 കാരണത്തിനാണെന്ന് ഷർഹ് മുസ്ലിമിലുണ്ട്. ഒന്ന്, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് ഓടിച്ചാൽ പള്ളി മൊത്തം മൂത്രവും. ഒരാളെ വീട്ടിൽ ഗാനമേള നടന്നിട്ട് ജുമാക്ക് ശേഷം പ്രസംഗിച്ച നാട്ടുകാർ മൊത്തം അറിയും. അതാടെ അറിയുമായിരുന്നു, ഇത് നാട്ടുകാർ മൊത്തം അറിയും. സെക്കൻഡ് വൺ, അതൊക്കെ നെല്ലിക്കുത്ത് ഉസ്താദ് കള്ളുകൂടി എൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോയിട്ട് നന്നാക്കാൻ ഉപദേശിച്ച പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 110കളാണ് പല മഹല്ലുകളിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, ഉള്ള പോലെ പറയൂ. മുട്ട പൊഴുങ്ങിയത് വായിലിട്ട പോലത്തെ ഡയലോഗാണത്. അതിനൊന്നും നമ്മൾ നിൽക്കുക, ക്ഷമയോടെ ദഅവത്ത് എന്ന അർത്ഥത്തിൽ ചിന്തിച്ചിട്ട് ചെയ്യണം. ഒരു ചെറുപ്പക്കാരൻ്റെ പേന്റ് താണിട്ടുണ്ട്. നീ എല്ലാം SSF ഇടാന്ന് വെച്ചാൽ ഒന്നാളെ SSF ഉണ്ടാവില്ല, പേന്റ് മേലെ ആക്കുകയും ചെയ്യാം. ഓനോട് പറയേണ്ടത് നല്ലോണം തിന്നലുണ്ടെന്ന് തോന്നുന്നു. എന്ത് തിന്നല്? കുടലെല്ലാം വലുത്. കുടലൊന്നുമില്ല. കുടല് വലുതായോണ്ടായിരിക്കുമല്ലോ പേൻ്റിൽ അറിയാണ്ട് താണതായതാ. എന്ത് രസമുണ്ടത്. അങ്ങനെയല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. രണ്ടാമത്തെ കാരണം, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്താൽ മൂപ്പര് മരണം വരെ മൂത്രസംബന്ധിയായ അസുഖത്തിന് സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആക്ഷൻ എടുത്താൽ ഖിയാമത്ത് നാൾ വരെ അയാൾ നമ്മളെ പള്ളിയിലേക്ക് കയറൂല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മയത്തോടുകൂടി സോഫ്റ്റായിട്ടൊരു കാര്യം ചെയ്താൽ റിജിഡായിട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഉപകാരമുണ്ട്. അപ്പോൾ പുതിയ കാലത്തെ മക്കളെയൊക്കെ വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യംബഗി ലിൽ വാലിദീൻ, മാതാപിതാക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഖുസൂസൻ ഫി ഹാദിഹിൽ അസ്മിന. എനിക്ക് അറബിക്ക് ഇൻഷാ ഒന്നും കഴിവില്ല, കിതാബിൽ ഈ ഭാഗത്ത് കാണാണ്ട് പഠിച്ചിട്ട് പറയുന്നതാണ്. ഖുസൂസൻ ഫി ഹാദിഹിൽ അസ്മിന, പ്രത്യേകിച്ച് ഈ കാലത്ത്. അല്ലത്തി, ഏത് കാലം? ഫശാ ഫീഹിൽ അഖ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ പെരുകിയ കാലമാണ്, മാതാപിതാക്കളെ തീരെ അനുസരിക്കാത്ത കാലം. ഈ കാലത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യുഇനു ഔലാദഹും അലാ ബിർരിഹിം, മക്കൾ അനുസരണുള്ളവരാവാൻ വേണ്ടി മാതാപിതാക്കളും കുറച്ചോരെ ഹെൽപ്പ് ചെയ്യുക. ഉപ്പ ചൂടായിട്ട് പള്ളിയിൽ പോകുമ്പോൾ പറഞ്ഞു 15 തേങ്ങ ഇവിടുന്ന് ഉരിക്കാണ്ട് നീ ആയിട്ട് കളിക്കാൻ പോയി എൻ്റെ മുട്ടുകാല് പൊട്ടിക്കും. ഉമ്മ 2 തേങ്ങ ഉരിച്ചു കൊടുക്കുക. എന്തിന്? ഉപ്പ അനുസരിച്ച മോനാവാൻ വേണ്ടിയിട്ട്. ഉപ്പ ഇവനോട് പറഞ്ഞത് അനുസരിച്ചു എന്നാവാൻ വേണ്ടിയിട്ട് ഉമ്മ ഒരു 3 എണ്ണം. ഇപ്പോൾ അവനെന്തോ ടൂറിന് വീടാത്തോണ്ടുള്ള ചൂടിൽ എന്തായാലും കടയിൽ പോയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉള്ളത്. അപ്പോൾ ഉമ്മ പോയിട്ട് ഉപ്പാനോട് അവൻ കടയിൽ പോയില്ല എന്ന് പറയും. തക്കാളി അങ്ങനെയല്ല വേണ്ടി. ഉമ്മ എന്താ വേണ്ടിയെന്ന് അറിയാം? തൽക്കാലം മീൻകറി ഇറച്ചിക്കറി ഒഴിവാക്കിയിട്ട് അന്ന് വാജിക്കറി ആക്കുക. ഓനെ പീടിയിൽ അയക്കണ്ട, ഓൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ പോകില്ല. എന്താ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നോക്ക്. ഞാനുള്ള പോലെ പറയും, നമ്മളിപ്പോൾ അങ്ങനെയാണ് വളർത്തിയത്. അതൊന്നും ഈ കാലത്ത് പറ്റൂല. ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് കൊടുത്തിട്ട് ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്ത പിള്ളേരാണ്. ആ കുട്ടികളോട് നമ്മൾ സംവദിക്കുമ്പോൾ അതിൻ്റെതായ രീതിയുണ്ട്. ഞാനൊന്നും എൻ്റെ വക പറയുന്നില്ല. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? എന്തിനാ പറയണത്? 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ കാര്യം പറയുന്നതെന്ന് അൽ ഫവായിദുൽ മുഖ്താറിൽ കാണാം.
ഈ ഇബാറത്ത് ഒരിക്കൽ എൻ്റെ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉസ്താദ് എൻ്റെ അടുത്ത് വാട്സപ്പിൽ പറഞ്ഞു, മോനെ ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന്, പുതിയ കാലത്ത് നന്നായി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്തിനാ? രണ്ട് കാര്യം. ഒന്ന്, നമ്മൾ ആ സമയത്ത് മക്കളെ അനുസരണയുള്ളവരാവാൻ വേണ്ടി നമ്മളും കൂടി ഹെൽപ്പ് ചെയ്താൽ ഒരു തെറ്റുകാരായിട്ട് അള്ളാഹിൻ്റെ കോപം വാങ്ങിയവരാവില്ല. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച് അനുസരണക്കേട് വാങ്ങി. രണ്ടാമത്തതാണ് അതിലേറ്റവും പ്രധാനം, അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടും. ആർക്ക്? കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഉപ്പാക്കും മാക്കും. എന്താ റസൂലുള്ളാഹിന്റെ ദുആ? റഹിമല്ലാഹു വാലിദൻ. റസൂലുള്ളാഹി ദുആ ഇറക്കണത് റഹിമല്ലാഹു വാലിദൻ, ഒരു ഉപ്പാക്കും മാക്കും അല്ല റഹ്മത്ത് ചെയ്യട്ടെ. ഏതാണ് ആ ഉപ്പ ഉമ്മ? ആന വലദഹു അലാ ബിർരിഹി, മക്കൾ അനുസരണയുള്ളവരാവാൻ വേണ്ടി മാതാപിതാക്കൾ തന്നെ ഓരെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഗ്രൗണ്ടിൽ കളിക്ക് വിടാത്തതുകൊണ്ട് പീടികയിൽ പോകില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് പീടികയിൽ പോകണ്ട, അങ്ങോട്ട് പറയാം പീടികയിലൊന്നും പോകണ്ട, ഇഷ്ടംപോലെ തക്കാളിയിലുണ്ട്. ഇത് നേരെ തിരിച്ചാന്ന് ചില സ്ഥലത്ത്. മദ്രസയിലെ സദറുസ്താദാറ്റും വീട്ടിൽ മൗലിദിനെല്ലാം വന്നേരം ആ അബ്ദുള്ളാൻ്റെ നല്ല മോനാണ് മാഷാ അല്ലാഹ്, 10ാം ക്ലാസ്സിൽ നല്ല പഠിക്കും. അപ്പോൾ ഉപ്പ ഉള്ളിലേക്ക് ഭാര്യനെ നോക്കിയിട്ട് ഉമ്മ നോക്കിയിട്ട് നല്ല പഠിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞ ശരിയല്ല. ആ ഉമ്മ പറഞ്ഞോക്ക്, എന്ത് ഇപ്പോൾ ഒന്ന് പീടിയെ പോകാൻ പറഞ്ഞോക്ക്. അബ്ദുള്ള ഇവിടെ തക്കാളി പറ്റുന്നേ 5 കിലോ തക്കാളി സ്റ്റോർ റൂമിലുണ്ടാവും, എന്നാലും പോകാൻ പറയുന്നത് എന്തിനാണെന്നറിയാം? റസൂലുള്ള പറഞ്ഞത് അനുസരിക്കാൻ സഹായിക്കണമെന്ന്. ഇതെന്തിനാ ഈ ഉപ്പ പറയുന്നതെന്നറിയാം? അനുസരിക്കുന്നില്ല എന്ന് തെളിയിക്കാൻ. എന്തൊരു വിവരദോഷം എന്നാ പറയേണ്ടത്? ഞാൻ അങ്ങനെയാണെന്നാ പറയണത്? അങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്? അല്ല, നമ്മളെ കുട്ടികളെ ചേർത്ത് നിർത്തണം, കുട്ടികളെ നന്നായി സ്നേഹിക്കണം. നമ്മളെ മക്കൾക്ക് എന്തെല്ലാം കഴിയും ആ കഴിവുകളെ നന്നായി ഉപയോഗപ്പെടുത്തണം, കുറ്റപ്പെടുത്തരുത്. പോസിറ്റീവ് എനർജി കുട്ടിക്ക് എപ്പോഴും കൊടുക്കണം. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി നമ്മളോട് പറയാണ്, ഉപ്പ 1000 ആൾക്കാർ എഴുതുന്ന എക്സാമാണ്, 2 ആളെ പാസ്സാവുള്ളൂ എന്നാണ് പറയുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉപ്പാൻ്റെ വക ഒരാളെ പാസ്സാവുള്ളൂ എന്നാണ് പറയുന്നെങ്കിലും ആ ഒരാൾ ആവാനാണ് എൻ്റെ മോന് പോകേണ്ടത്. ബാക്കി 998 ആളാവാനാണ് മോൻ പോകുന്നെങ്കിൽ ഇങ്ങോട്ട് വാ, അവിടെ ബെഡുണ്ട്, മേലെ പുതപ്പുണ്ട്, ഇടക്ക് കൂടിക്കോ. എക്സാം എഴുതാൻ പോണ പ്രതീക്ഷ കൊടുക്കണം കുട്ടിക്ക്. ഒരാളെ പാസ്സാവുള്ളൂ എന്നാൽ മോനെ എഴുതണം. 50-ൽ 42 മാർക്ക് വാങ്ങിയിട്ട് വന്ന 3ാം ക്ലാസ്സിലെ കുട്ടീനോട് ഉമ്മ എന്താ പറയേണ്ടത്? മാഷാ അല്ലാഹ് 42, ബാക്കി 8 കൂടി കിട്ടിയ എൻ്റെ ഫാത്തിക്കുട്ടി, അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ എന്താ പറയൽ? ബാക്കി 8 എടുത്തോടാ. ഇതെന്താ ടൈഗർ സ്കേറ്റാ പറക്കിയിട്ട് വരാൻ? ഈ ചോദിക്കുന്ന ഉമ്മ 3ാം ക്ലാസ്സിൽ നിന്ന് തോറ്റായിരിക്കും. തിരുക്കണം. നമ്മൾ ഓവർ പഠിപ്പിക്കണം എന്ന് വിചാരിച്ച കുട്ടികളൊന്നും പഠിക്കുകയും ചെയ്യില്ല. UKG പഠിക്കുന്ന കുട്ടീൻ്റെ കൈ പിടിച്ചിട്ട് മഹലറത്തുൽ ബദരിയക്കാറ്റ് പോകുമ്പോൾ കുട്ടി പറഞ്ഞു, ഉപ്പ മോൺ എന്നാണ്, മോൺ ചന്ദ്രൻ. അപ്പോൾ ഉപ്പാൻ്റെ ചോദ്യം, എന്താ സ്പെല്ലിങ്? എന്താ സ്പെല്ലിങ്? ഓൻ ഖിയാമെന്നാൾ വരെ ഇംഗ്ലീഷ് അറിയില്ല. എന്താ സ്പെല്ലിങ് പോയിക്കോന്ന് പേടിച്ചിട്ട്. ആ കുട്ടിയോട് ആ സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിയാം? ഇത്ര ചെറിയ കണ്ണുകൊണ്ട് ഇത്ര ദൂരത്തുള്ള ചന്ദ്രൻ നീ കണ്ടുപിടിച്ചല്ലോ മോനെ. ഓനെ ഇനി എന്തും കണ്ടുപിടിക്കും. ഹി വിൽ ബി സയൻറ്റിസ്റ്റ്. അങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക. കുട്ടികൾ ഇങ്ങനെ നബിദിനത്തിൻ്റെ അല്ലെങ്കിൽ മതപ്രഭാഷണ വാർഷികത്തിൻ്റെ പന്തൽ കെട്ടും തോരണം കെട്ടുമ്പോൾ മാഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ സ്വർഗം തരട്ടെ എന്ന് പ്രായമുള്ളവർ തോരണം കൊടുക്കണം. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അവർ പറയും 2.50 സ്റ്റിക്കിൻ്റെ പേന താഴെ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു നോട്ടും ഉണ്ട്, അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുതിയിട്ട് പോയിക്കോന്ന് പറയും. നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാം ഓർ നമ്മളെ കുറ്റപ്പെടുത്താനാണ് വരുന്നത്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആളാവരുത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ, ബുഖാരിന്റെ ഹദീസ്. ഓരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിഅമർ റജുലു അബ്ദുള്ള നല്ല മോന. ആദ്യം ഒരു പോസിറ്റീവ് സ്റ്റോക്ക് കൊടുത്തു. ദെൻ പറയാണ്, അടുത്ത പറയാണ്, തഹജ്ജുദും കൂടി നിസ്കരിച്ചിങ്ങനെ പറയാനില്ല.
സഹീൽ ബുഖാരിയിൽ തന്നെ കാണാം, മഹാനവറുകൾ രാത്രി പിന്നെ കുറച്ച് സമയം ഉറങ്ങുള്ളൂ, ബാക്കി ഫുൾ തഹജ്ജുദാ. പറയേണ്ട പോലെ പറഞ്ഞു. വേറൊരു സ്വഹാബിനെ കണ്ടപ്പോൾ നല്ല മോനം, ആ മുടിയും കൂടി ഒന്ന് ശരിയാക്കിയാൽ ശരിയാക്കി. ഏടുന്നാടിൻ്റെ ഈ കോലോ, ഏടുന്ന് ഇറങ്ങി വരുന്ന കാട്ടുജന്തുവാ, ഇതെന്താടാ അവസ്ഥ എന്നല്ല പറയേണ്ടത്. നമ്മൾ വിളിക്കുന്ന വിളിയല്ല സ്നേഹമസൃണമായ വിളിയായിരിക്കണം. പലരും അങ്ങനെ വിളിക്കൂല കുട്ടികളെ. മൂത്ത മോനെ മോളെ എന്നുള്ള വിളി ഒരു 5ാം ക്ലാസ് വരെ അല്ല, അത് കഴിഞ്ഞാൽ ഡിലീറ്റാക്കി, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. 5/5/2016 മോൻ വിളി ഒഴിവാക്കുക, തീർത്തു. വിളിക്കുക. നിങ്ങളെ മൂത്ത മോന് മുഖ്താർ സൗദി ജിദ്ദയിൽ ഇപ്പോൾ ഫോൺ വിളിച്ചു വിചാരിച്ചോ, ഉപ്പ ഫോൺ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കല്? ഗൾഫ് വേളാന്ന് തോന്നല്ലോ. ഹലോ സലാം എന്നെ ശരിക്കും കൊടുക്കുന്നില്ല. വഅലൈക്കും അസ്സലാമിൻ്റെ അയിനെന്നെ ശരിയായിട്ടില്ലെങ്കിൽ പ്രശ്നം. ഇസ്ലാം എന്താ ഉമ്മാരേപ്പ് കൊടുക്കാം, മിണ്ടോ നമ്മോ? ഇല്ല, മിണ്ടൂല. ഉമ്മയാണെങ്കിലോ ഒന്നൊക്കെ മത്തിക്കല്ല, ഇപ്പൊ തീവലയാ, പറയണ്ടാത്തല്ല പറയും ചെയ്യും. ഉപ്പ പറയേണ്ടതൊന്നും പറയൂല, ഉമ്മ പറയണ്ടാത്തല്ല പറയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇന്ന് മുഖ്താർ ജിദ്ദയിൽ ഫോൺ വിളിച്ചാൽ ഉപ്പ ഒന്ന് എടുത്തിട്ട് ഹലോ വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി, എന്തുണ്ട് മോനെ അവസ്ഥ? റാത്തല്ലേ? മോനിക്ക് എന്താ വിശേഷം അവിടെയൊക്കെ? മഴ? UAE-ലാണല്ലേ, സൗദിയിലല്ലേ? ഓക്കെ. മോൻ്റെ വിശേഷം എന്നാ? മോൻ ശരിക്കും നെട്ടു. എൻ്റെ ഉപ്പാക്ക് എന്താ ആയത്? ഇന്നലെ വരെ എൻ്റെ ഉപ്പ ഇങ്ങനെയല്ലല്ലോ, തലക്ക് തേങ്ങയാറ്റം വീണ് പെട്ടു. മോനെ എന്നല്ല വിളിക്കുക. പൈസ അയക്കാനറ്റ 5-ാം തീയതി പൈസ അയച്ചില്ലല്ലോ, ഇതെന്താ പെട്ടെന്ന് ഉപ്പാക്കൊരു മാറ്റം? പറഞ്ഞാൽ മതി, പ്രഭാഷണം ഉണ്ടായിന്. എന്നാൽ പ്രഭാഷണത്തിനല്ല സംഭാവന ഓർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. നല്ലോണം വിളിക്കണം കുട്ടികളെ സ്നേഹത്തോടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ പറയാ? കാമ ഇലൈഹാ, മോക്ക് വേണ്ടിയിട്ട് എണീക്കും. ഉപ്പ ഏതുപ്പ? ലോകത്തെ ഏറ്റവും നല്ല ഉപ്പ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീച്ചു, ഇങ്ങനെ എണീക്കും. നമ്മളോ മോളെ 8-ാം ക്ലാസ് തളർന്നിട്ടിങ്ങനെ വരുന്നുണ്ട്. അടുത്ത വരുന്നത് സ്കൂളിന്നാ, അതാ ബിരിയാണി ആറ്റ ആക്കിയിട്ടുണ്ടുമ്മ, ചോറേക്ക് 2ആളെ കൊന്നിട്ടാറ്റ പിള്ളേർ വരുന്നത്. ഇതെന്തിനാ ഇങ്ങനെ വരുമാനം? രാവിലെ നിങ്ങൾ കുട്ടികൾ വിളിക്കുന്ന വിളി കേൾക്കലുണ്ട്. രാവിലെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കെല്ലാം വിളിക്കുക, എണീക എണീക എണീക, എന്തോ ഒരു പോലീസ് സ്റ്റേഷൻ പ്രതി എണീക റിക്വസ്റ്റ് ഉണ്ടാവില്ല, ഫുൾ കമൻസ് ആയിരിക്കും. എണീക, പല്ലേക്ക്, കുളിക്ക്, ചെറിയ KG അല്ലാന്നെങ്കിൽ പിന്നെ പറയണ്ട, ഫുൾ കൽപ്പന. കുളിക്ക്, മുണ്ടുക്ക്, സോപ്പേക്ക്, ബ്രഷ്, ടൈം ടേബിൾ, ചായ കുടിക്ക്. ഇവനെന്തോ ഇങ്ങനെ പോയി ലാസ്റ്റ് ഉമ്മ സലാം പിന്നെ പറയപ്പോ അടുത്ത വാർ കോയിനിറക്കാനാണ് വിളിക്കുന്നത്. അല്ല തിരിയാത്തോണ്ട് ചോദിക്കുന്നത് ഞാൻ. ഇങ്ങനെയാണോ നമ്മളെ മക്കളോട് നമ്മൾ ഈ കുട്ടിയൊക്കെ കിട്ടുന്ന സ്നേഹം കിട്ടല്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്നേഹം കിട്ടുന്നിടത്തുനിന്ന് വാങ്ങും, ഒളിച്ചോട്ടം പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നല്ല പ്രതീക്ഷയുള്ള തലമുറയാവണമെങ്കിൽ നമ്മൾ അത്രയും കുട്ടികളെ സ്നേഹിച്ച് വളർത്തണം.